എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നിട്ടുള്ള ഈ രാഹുകേതുക്കളുടെ 2020 മാറ്റം കർക്കിടക രാശിക്കാർക്ക്, കർക്കിടക കൂറുകാർക്ക് പുനർദത്തിക്കാലും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക കൂറ്. ഈ കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം എങ്ങനെ ഇരിക്കും? 1.5 വർഷമാണ് സമയം. ഈ 1.5 വർഷം, സെപ്റ്റംബർ 23 തൊട്ടുള്ള 1.5 വർഷക്കാലം ഈ രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ നമുക്ക് അനുകൂല പ്രതികൂലമാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പരിചയമാണ് ഇവിടെ നടക്കുന്നത്. ഈ കർക്കിടക രാശിക്കാർക്ക് ഇത്ര ദിവസം വ്യയസ്ഥാനത്തിൽ നിന്നുകൊണ്ടിരുന്ന രാഹു ലാഭസ്ഥാനത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ലാഭങ്ങൾ ഉണ്ടാവും. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ലെവൽ കമ്മിയായിരുന്ന സമയമായിരുന്നു. അത് മാറിയിട്ട് സെൽഫ് കോൺഫിഡൻസ് അത് അധികരിക്കും. അപ്പോൾ ഒരു വിശ്വാസം, ആത്മവിശ്വാസം എന്നൊക്കെ പറയില്ലേ, ആത്മനിർഭരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. അതുപോലെ ആത്മവിശ്വാസം കൂടുകയും ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്മ ചെയ്താൽ ഫലം നന്മ എന്ന് പറയുമല്ലോ. അപ്പോൾ നന്മകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ലാഭമുണ്ടാവും. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ലോട്ടറിയൊക്കെ അടിക്കാനുള്ള ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ പണം പല രീതിയിൽ മുടങ്ങിക്കിടക്കുന്ന കർക്കിടക രാശിക്കാർക്ക് പണം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കുട്ടികളെ പറ്റി പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണല്ലോ സാധാരണ അമ്മയും അച്ഛനും. അവർക്കൊക്കെ കുട്ടികളെ കൊണ്ട് മനസ്സിന് സന്തോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമാണ് ഈ സമയം. കൂടാതെ ഗുരുവിൻ്റെ മാറ്റം കൂടെ ഉണ്ട് അടുത്ത മാസം. ആ മാറ്റം കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ രാശിയിലേക്ക്, നിങ്ങളുടെ കൂറിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയാണ്. അപ്പോൾ ഗുരു പാർത്താൽ കോടി നന്മ എന്ന് പറയും. രാശിയിലേക്ക് ഗുരു നോക്കുകയാണ്. ചന്ദ്രനെ ഗുരു നോക്കുകയോ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ഗുരു സ്ഥിതി ചെയ്യുകയോ ചെയ്താൽ ഗജകേശ്രി യോഗം എന്നൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ കേതുവിൻ്റെ മാറ്റം കൊണ്ടും നീചഭംഗ രാജയോഗം, ഗജകേശ്രി യോഗം എല്ലാം അനുഭവിക്കാവുന്ന ഒരു സമയമാണ് കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ച കാര്യങ്ങളിലെല്ലാം നന്മകളുണ്ടാവും. ദൈവീകമായിട്ടുള്ള കാര്യങ്ങളിൽ, ദേവകാര്യങ്ങളിൽ, അമ്പലകാര്യങ്ങളിൽ, ആത്മീക കാര്യങ്ങളിലൊക്കെ ആഗ്രഹങ്ങൾ കൂടുകയും ഭക്തി നിർഭരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ആഗ്രഹം കൂടുകയും ചെയ്യും. അങ്ങനെ പൊതുവെ നല്ല സമയമാണ്. അതുപോലെ കല്യാണമാവാത്തവർക്ക് കല്യാണമാവാനുള്ള സമയമാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാണ്. അതുപോലെ തന്നെ പല ദിവസമായിട്ട് അബ്രോഡ്, വെളിനാടുകളിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നവർക്ക് വിദേശ സഞ്ചാര യോഗമൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗത്തിലുള്ളവർക്ക് അധികാരികളിൽ നിന്നും നല്ല പേരും അതുപോലെ തന്നെ പ്രമോഷൻസും ഒക്കെ കിട്ടുന്ന സമയമാണ്. പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു നല്ല സമയമാണ് കർക്കിടക രാശിക്കാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമയം നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് നമ്മളുടെ അഭിജ്ഞമതം അനുസരിച്ചുകൊണ്ട് സമയം നന്നായിരിക്കുമ്പോൾ നിറയെ നന്മ ചെയ്യുക. എല്ലാവർക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മാതൃകയാക്കുക. ഞങ്ങളെ പോലെയുള്ള വേദപാഠശാലകൾ നടത്തുന്നവർ, വേദം അധ്യയനം ചെയ്തിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് ധാരാളം ദാനം ചെയ്യുക.
ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ മേലെ മേലെ അഭിവൃദ്ധികൾ ഉണ്ടാവാനുള്ള സമയമാണ് കർക്കിടക രാശിക്കാർക്ക് ഈ 1.5 വർഷം. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം. മലയാളത്തിൽ ഇതംപ്രഥമമായിട്ടാണ് ഇങ്ങനെ ഒരു സാധ്യതകളെ പറ്റി നമ്മൾ ചെയ്യുന്നത്. പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ജ്യോതിഷ സംബന്ധമായിട്ടും വേദസംബന്ധമായിട്ടും ആത്മീയ സംബന്ധമായിട്ടും നിങ്ങൾക്ക് പറയാനായിട്ടാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നമസ്കാരം.